Okay. Hi, everyone. Thank you so much for joining today's session. ചെറിയ ടെക്നിക്കൽ എററും ഡിസ്കഷൻ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. But we are back. So thank you so much for joining. How was today's meditation? എങ്ങനെ ഉണ്ടായിരുന്നു? Meditation എങ്ങനെ ഉണ്ടായിരുന്നു? And are you excited for meetup? നമ്മളുടെ 7-ാം തീയതി നടക്കാൻ പോകുന്ന മീറ്റപ്പ് ഉണ്ട്. മീറ്റപ്പിനെ കുറിച്ച് മറക്കരുത്. പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വെറും 1100 രൂപയാണ് നമ്മൾ അതിന് ടിക്കറ്റ് പ്രൈസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹോട്ടൽ എക്സ്പെൻസ് കവർ ചെയ്യുക. കാരണം നമ്മുടെ ഫുഡ് മോർണിംഗിൽ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നമ്മൾ ഒരു നോർമൽ ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയാണോ കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെയുള്ള എല്ലാ സംഗതികളും നമ്മൾ ചെയ്തുകൊണ്ടാണ്. ഓക്കെ. സോ മെഡിറ്റേഷൻ ചെയ്തു. ഫസ്റ്റ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ? അസ്തിനാജിൽ പറഞ്ഞത് നല്ല ഫീൽ കിട്ടി. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. All right. Meditation is wonderful. Thank you so much. All right. We have പുതിയ ആൾക്കാർ. അബ്ദുൽ മജീദ് 2 ദിവസം ഗ്യാപ്പ് എടുത്തതിന് ശേഷം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരക്കുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോ വളരെയധികം സന്തോഷം ഇതായിട്ടോ നമുക്ക് നിങ്ങളെ തിരിച്ചു വീണ്ടും കാണാൻ പറ്റിയതിൽ. അപ്പോ പറഞ്ഞതുപോലെ നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ററാക്റ്റീവ് അല്ല, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സെഷനാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും സംഗതികളും ഒക്കെ നിങ്ങൾക്ക് പലപ്പോഴും പലർക്കും ഉണ്ടാകും. പല കൺസേൺസ് ഉണ്ടാവും, പല സംഗതികളുണ്ടാവും. അപ്പൊ നോർമൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പല സംശയങ്ങളൊക്കെ തീർക്കാനും നിങ്ങൾക്ക് പുതിയ ടോപ്പിക്സ്, കാരണം നമ്മൾ ഇനി ഒരു ദിവസം പേഴ്സണൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു ദിവസം എന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളും നമുക്ക് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ എടുക്കുമ്പോഴാണ് എന്ത് വെച്ചാൽ നമ്മളുടെ ഒരു മൊത്തത്തിൽ എന്ത് വെച്ചാൽ നമ്മുടെ ബിസിനസ് നല്ല രീതിയിലേക്ക് ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ ആസ് എ പേഴ്സണലി ഗ്രോ ചെയ്യണം, ബിസിനസ് പരമായിട്ടും ഗ്രോ ചെയ്യണം. പേഴ്സണലി ഗ്രോ ചെയ്യണം, അതേപോലെ ബിസിനസ് പരമായിട്ടും ഗ്രോ ചെയ്യണം. അപ്പോ ഇനി നമ്മളുടെ ബിസിനസ് ശരിക്ക് ഗ്രോ ചെയ്ത് വളർന്ന് വലുതായി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ബിസിനസ്സിൽ ഒരു പ്രോബ്ലം വന്നു എന്ന് വെച്ചോളൂ, ആ പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ടൂൾ ഞാൻ ഇന്ന് പരിചയപ്പെടും. ഈ സൊല്യൂഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരിഹരിക്കാൻ ശ്രമിക്കാം. ആർ യു റെഡി ഫോർ ഇറ്റ്? നിങ്ങൾക്കൊരു നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, എന്തായിക്കോട്ടെ, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇതിന് നിങ്ങളെ ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ്. ഇത് ബിസിനസ്സിൽ മാത്രമല്ല, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ജീവിതത്തിലും അപ്ലൈ ചെയ്യാം. അപ്പൊ ബിസിനസ്സിലേക്ക് വരുന്ന രൂപത്തിലാണ് ഞാൻ അത് പറയുന്നത്. അപ്പം ഇഫ് യു ആർ റെഡി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ശരിക്കും എന്താ വെച്ചാൽ ശരിക്കും ഇൻവോൾവ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിനെ പറയുന്നത് വെച്ചാൽ സൊല്യൂഷൻ ടൂൾ എന്നുള്ള രീതിയിലാണ്. സൊല്യൂഷൻ ടൂൾ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ ടൂൾ ടു സോൾവ് പ്രോബ്ലംസ് ഇൻ യുവർ ബിസിനസ്. ബിസിനസ്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ടൂളാണ്. അപ്പൊ നിങ്ങൾക്ക് കറന്റ്ലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതെങ്ങനെ സോൾവ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റെപ്സ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ യുവർ ബിസിനസ്. ബിസിനസ്സിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോ ജീവിതത്തിലോ നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ചാലഞ്ചസ് ദ കമ്പനി ഫേസസ്, അതായത് നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചാലഞ്ച്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടാവും. ചിലപ്പോൾ അതെന്തായിരിക്കാം, വേണ്ടത്ര പണം നിങ്ങളുടെ കയ്യിലില്ല, ബിസിനസ് ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും ആവശ്യമായിട്ടുള്ള പണം നിങ്ങളുടെ കയ്യിലില്ല, അതായിരിക്കാം പ്രശ്നം. അല്ലെങ്കിൽ നോട്ട് ഇനഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെ? വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല, അതല്ലെങ്കിൽ എന്തായിരിക്കാം, ലയബിലിറ്റീസ്, കടബാധ്യതകളുണ്ട് എന്നുള്ളതായിരിക്കാം. ഓർ നോട്ട് ഇനഫ് സെയിൽസ്, വേണ്ടത്ര സെയിൽസ് നടക്കുന്നില്ല എന്നുള്ളതായിരിക്കാം.
ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് നോട്ട് എഫക്റ്റീവ്. നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഫക്റ്റീവ് അല്ല എന്നുള്ളതായിരിക്കാം. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും. എന്താണ് ആ കാരണം? വൈ യുവർ ബിസിനസ് ഈസ് നോട്ട് ലൈക്ക് പ്രോപ്പർലി. അപ്പൊ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കമ്പനി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം? ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ശ്രമിക്കുക എന്നുള്ള. ഓക്കെ, നിങ്ങൾ എന്ത് പ്രോബ്ലം ഉള്ളത്, നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് പ്രോബ്ലം ഉള്ളത് ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് പ്രോബ്ലം ആണുള്ളത്, അല്ലെങ്കിൽ എന്ത് ചാലഞ്ചാണ് നിങ്ങൾ കമ്പനി ഫേസ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ടീം വലുതല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ടീം നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ സെയിൽസിന്റെ കുറവുണ്ട്, അതല്ലെങ്കിൽ വരുമാനത്തിന്റെ കുറവുണ്ട്, ഇങ്ങനെ പല സംഗതികളുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇവിടെ ആരെങ്കിലും എന്താ വെച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു വരുമാനം വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ഫീമെയിൽ ആൾക്കാർ, സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. നമുക്കൊക്കെ വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, സ്വന്തമായിട്ട് വരുമാനം വേണം, എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, നിറയും പറയുന്നു വർക്ക് കുറവാണ് എന്ന് പറയുന്നു, പൈസ കിട്ടുന്നില്ല ആഫ്റ്റർ സെയിൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അത് പൈസ കിട്ടുന്നില്ല അല്ലെ, ആഫ്റ്റർ സെയിൽ പൈസ കിട്ടുന്നില്ല, വർക്ക് കുറവാണ്, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, എന്തായാലും അത് എഴുതി വെക്കാം. ഇത് മാത്രമായിരിക്കില്ല, ഒരു പ്രശ്നമോ ഒരു ചാലഞ്ചോ മാത്രമായിരിക്കും. പൊതുവെ ഒരു ബിസിനസ്സിന് 2, 3, 4 ചാലഞ്ചസും ഒക്കെ അറ്റ് പ്രസന്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടോ നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, എന്ത് പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നത് എന്നുള്ളത് ജസ്റ്റ് എഴുതി വെക്കാം. ഇനി അടുത്ത സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്? കാരണം ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഒരു വീക്ക് ആയിട്ടുള്ള ചില ഏരിയാസ് ആയിരിക്കും. കമ്പനിയുടെ ചില വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. സെയിൽ കുറവാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, നോ കസ്റ്റമർ കണക്ട്, അതായത് കസ്റ്റമേഴ്സിനെ തിരിച്ചു വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാനോ, ഒരാൾ പറഞ്ഞത് എന്താണ് വർക്ക് കുറവാണ്, വേറൊരാൾ പറഞ്ഞത് എന്താണ് സെയിൽ ചെയ്തതിനു ശേഷം ക്യാഷ് കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ചില റീസൺസ് എന്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. നിങ്ങളുടെ കമ്പനിയിൽ ചില വീക്ക് ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ടാവും. അതായത് ഒരു കസ്റ്റമറെ തിരിച്ചു വിളിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ക്യാഷ് പേ ചെയ്യിപ്പിക്കാൻ ഒരു കസ്റ്റമർ കണക്ട് അല്ലെങ്കിൽ കസ്റ്റമർ കെയർ സംഭവം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വർക്ക് കുറവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. കാരണം വർക്കൊക്കെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമറുമായിട്ട് ബന്ധം നിലനിർത്താനുള്ള ആ കസ്റ്റമറിലൂടെ മറ്റുള്ള കസ്റ്റമറെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയോ സംഗതികളോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടാവും. നിങ്ങളുടെ കമ്പനിയുടെ പോരായ്മ എന്താ? കമ്പനി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം പറഞ്ഞു, ചലഞ്ച് പറഞ്ഞു, അടുത്തത് കമ്പനിയുടെ ചില ഏരിയാസിൽ വീക്കാണ്. ഇത് ചിലപ്പോ ആ പ്രശ്നത്തിന് കാരണമാവുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, വീക്ക്നെസ് ഓഫ് ദ കമ്പനിയിൽ എന്താണ് വീക്ക് ആയിട്ടുള്ള സംഗതി? ഒരു പ്രോപ്പർ കസ്റ്റമർ കണക്ട് ഇല്ല, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കെയർ സംവിധാനം ഇല്ല. ലൊക്കേഷൻ ഈസ് വീക്ക്നെസ് ഫോർ ഹയറിംഗ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിയിൽ നിൽക്കുന്ന ലൊക്കേഷൻ ആയിരിക്കും പ്രശ്നം. നമ്മൾ നോക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. നമ്മളുടെ കമ്പനി നിൽക്കുന്ന ലൊക്കേഷൻ വീക്ക് ആയിട്ടുള്ള ഒരു ഏരിയയിലാണോ? റൈറ്റ് ആയിട്ടുള്ള ടാലന്റിനെ കിട്ടാൻ പാടാണോ? അവരെ കിട്ടാത്തതാണോ നമ്മുടെ പ്രശ്നം? അത്തരത്തിലുള്ള ടാലന്റിനെ നമുക്ക് കിട്ടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് സെർവിങ് എ സ്മോൾ മാർക്കറ്റ് ടെറിട്ടറി. ചിലപ്പോൾ നമ്മുടെ പ്രശ്നം എന്തായിരിക്കും, നമ്മൾ ചെറിയൊരു ടെറിട്ടറിയിലായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. മലബാറിൽ മാത്രം, മലപ്പുറത്ത് മാത്രം, അല്ലെങ്കിൽ നമ്മൾ ആ ടൗണിൽ മാത്രം, നമ്മളുടെ ആ ചെറിയ ലൊക്കേഷനിൽ. എന്താണ് നമ്മളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ്? കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സുകൾ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ കമ്പനിയുടെ ഒരു വീക്കായിട്ട് പോരായ്മയുള്ള നിങ്ങളുടെ ലൊക്കേഷൻ പോരായ്മയായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിക്ക് ഒരു പാർക്കിംഗ് സൗകര്യം ഉണ്ടാവില്ല സ്ഥാപനത്തിന്. ചിലപ്പോൾ ഒരു സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ, അതിന് ഒരു ഹോട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ല എന്നുള്ളത് അതിനൊരു പോരായ്മയായിരിക്കും, വീക്കായിട്ടുള്ള സംഭവമായിരിക്കും. ഓക്കെ, കസ്റ്റമേഴ്സ് വരുന്നില്ല എന്നുള്ളതാണ് ചലഞ്ച്. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ലൊക്കേഷന്റെ പ്രശ്നമായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് എന്താണ്? 3 റീസൺസ് ഫോർ ദ കമ്പനി ചലഞ്ചസ് ആൻഡ് വീക്ക്നെസ്. ഇനി കമ്പനിയുടെ ഈ വീക്ക്നെസിന്റെയും ചലഞ്ചസിന്റെയും കാരണം എന്ത്? യഥാർത്ഥത്തിലുള്ള കാരണത്തിലേക്ക് പോവാം.
നമുക്കതൊന്നും ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പരിഹരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായി? അതിന്റെ കാരണം എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ സാലറി എക്സ്പെൻസസ് ഇൻക്രീസ്ഡ്. ചിലപ്പോൾ നമുക്ക് സാലറി എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും. ദർ വാസ് നെവർ ഇനഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫ്രം ദ ബിഗിനിങ്. തുടക്കം മുതലേ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമായിരിക്കാം. വർക്കിംഗ് ക്യാപിറ്റലിന്റെ പ്രശ്നമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല എന്നുള്ളതാണ്. തുടക്കത്തിലേ ചിലപ്പോൾ ക്യാപിറ്റൽ ഉണ്ടാവില്ല. ഉള്ള സംഖ്യകൾ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒപ്പിച്ചിട്ടായിരിക്കും സംഗതികൾ, ഉള്ള ക്യാഷ് ഒപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തതായിരിക്കാം. ദർ വാസ് നെവർ കെപ്റ്റ് എ റിസർവ് ഫണ്ട് ഓപ്ഷൻ. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന പണത്തിൽ നമ്മൾ റിസർവ് ഫണ്ട് ഒരിക്കലും വച്ചില്ല എന്നുള്ളതൊരു പ്രശ്നമായിരിക്കാം. നമ്മളൊന്നും ബാക്കി വെച്ചില്ല, ഒന്നും സേവിങ്സ് എടുത്ത് വെച്ചില്ല എന്നുള്ളതൊരു പ്രശ്നമായിരിക്കാം. അടുത്തത് എന്താണ്? വി ഡിഡ്ന്റ് ഫോക്കസ് ഓൺ പേയിങ് സ്മോൾ എമൗണ്ട്സ്. ലാബിലിറ്റീസ് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ചെറിയ എമൗണ്ട് വെച്ചിട്ടാണെങ്കിലും ലാബിലിറ്റീസിലേക്ക് പണം അടച്ചില്ല എന്നുള്ളതായിരിക്കാം ലാബിലിറ്റീസ് ഇപ്പോഴും നമ്മളുടെ ഒരു ബാധ്യതയായിട്ട് കിടക്കുന്നത്. അടുത്തത് എന്താണ്? വി ഡിഡ്ന്റ് ഡു പ്രോപ്പർ ചെക്ക് ഓൺ ക്യാഷ് ഫ്ലോ, ദസ് വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് സെയിൽസ് ഓർ ബിക്കമിങ് പ്രോഫിറ്റ്. നമ്മളുടെ ക്യാഷ് ഫ്ലോ, അതായത് സെയിൽ നടത്തിയിട്ട് ബിസിനസ് വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല, അതിനെക്കുറിച്ച് പ്രോപ്പർ ചെക്കിംഗ് നടത്തിയില്ല. ഇങ്ങനെ എന്ത് പ്രശ്നം കൊണ്ടാണ് കമ്പനി ഒരു പ്രോബ്ലത്തിലേക്ക് എത്തിയത് എന്നുള്ള ഒരു കാരണം കണ്ടെത്തണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വാട്ട് ഈസ് ദ ചാലഞ്ച് എന്നുള്ളത് എഴുതി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം വീക്ക്നെസ് കമ്പനിക്കുണ്ട്, പോരായ്മകളുണ്ട് എന്ന് എഴുതി വെക്കുക. അടുത്തത് യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് എഴുതി വെക്കുക. 3 സ്റ്റെപ്പാണ് ഞാനിപ്പോ പറഞ്ഞത്. സൊല്യൂഷൻ ടൂളിലെ 3 സ്റ്റെപ്പ്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ ജസ്റ്റ് കമന്റ് ഡൗൺ ക്ലിയർ. ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ ജസ്റ്റ് കമന്റ് ഡൗൺ ക്ലിയർ. ഓക്കെ. അബ്ദുൽ മജീദ്, പ്രോഫിറ്റ് കൂടുതൽ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കമ്പനിയുടെ വീക്ക്നെസ്. ഓക്കെ. വീക്ക്നെസ്, പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ സെയിൽസ് നടക്കുന്നില്ല. ഓക്കെ. വെൽനസ് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലെ? വെൽനസ് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ സെയിൽ നടക്കുന്നില്ല. അപ്പൊ എന്തായിരിക്കും അതിന്റെ കാരണം? ഓൾറെഡി സെയിൽ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? കമർജാൻ, ഓൾറെഡി സെയിൽ ചെയ്യുന്ന ആൾക്കും നിങ്ങൾക്കും ഇല്ലാത്ത, അയാൾക്കുള്ള നിങ്ങൾക്കുള്ള കാര്യം, നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യം, അതാണ് നിങ്ങളുടെ വീക്ക്നെസ്. സെയിൽ നടക്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ചലഞ്ച്. കമർജാൻ ഫേസ് ചെയ്യുന്ന ചലഞ്ച് സെയിൽ നടക്കുന്നില്ല. അതിന്റെ റീസൺ എന്തായിരിക്കും? സെയിൽസ് നടക്കാത്തതിന്റെ റീസൺ, നിങ്ങൾ സെയിൽസ് നടക്കുന്നവരെ പോലുള്ള ബന്ധങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറവായിരിക്കും. അതായിരിക്കും നിങ്ങളുടെ വീക്ക്നെസ്. ബന്ധങ്ങൾ കുറവാണ്. ഒരുപാട് ആൾക്കാർ എന്നെ അറിയില്ല, അല്ലെങ്കിൽ അവരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള കഴിവ് എനിക്ക് കുറവാണ്. അതായിരിക്കും ചിലപ്പോൾ അടുത്ത വീക്ക്നെസ്. എനിക്ക് ആ കഴിവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും? എനിക്ക് മാർക്കറ്റിംഗ് അറിയില്ല, എനിക്ക് സെയിൽസ് അറിയില്ല. ഇങ്ങനെ പല അറിവിന്റെ കുറവാകാം, കഴിവിന്റെ കുറവാകാം, അനുഭവ സമ്പത്തിന്റെ കുറവാകാം, ആൾക്കാരെ കൂടുതൽ അറിയാത്ത കണക്ഷൻസ്, സംഗതികൾ, അത്തരത്തിലുള്ള സംഗതിയുടെ കുറവാകാം. എന്തിന്റെ കുറവാണ്? വിജയിക്കുന്നവരും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർക്കുള്ള സ്ട്രെങ്ത്തും എനിക്കുള്ള വീക്കായിട്ടുള്ള, എനിക്കില്ലാത്ത ആ സ്ട്രെങ്ത് എനിക്കില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു പോരായ്മ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ക്ലിയർ ആണോ? കാരണത്തിലേക്ക് എത്തുമ്പം അതായിരിക്കാം, അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഏരിയാസിൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? പൊതുവെ സാമ്പത്തിക രംഗം വീക്കാണ്, ടേൺ ഓവർ കുറവാണ്. വാഹിദ് പറയും പൊതുവെ സാമ്പത്തിക രംഗം വീക്കാണ്, ടേൺ ഓവർ കുറവാണ്. ഇത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയാണ്. എന്താ വെച്ചാൽ മൊത്തത്തിൽ മാർക്കറ്റിൽ ഡൗൺ ആണ്, അപ്പൊ നമ്മുടെ ബിസിനസ്സും ഡൗൺ ആണ്. അത് തീർച്ചയായിട്ടും അത് ബാധിക്കാറുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ക്രൈസിസും സംഗതികളൊക്കെ വരാറുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ അവിടെ ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ മാർക്കറ്റ് കുറവാണ്, എന്ത് ചെയ്യും എന്ന തിങ്കിങ്ങിലേക്ക് പോകുന്നതിന് പകരം, എനിക്ക് മനസ്സിലായി മാർക്കറ്റ് കുറവാണ്, പക്ഷെ അപ്പൊ എല്ലാവരും പേടിച്ച് നിൽക്കുകയാണല്ലോ. എല്ലാവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ വി ഷുഡ് സ്റ്റേ ഹംഗ്രി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്തായിരിക്കണം? ഹംഗ്രി ആയിട്ട് നിൽക്കണം. നമ്മൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ദാഹിച്ചു നിൽക്കണം എന്നാ പറയുക.
അതായത് നമുക്ക് 3 തിങ്കിങ് ഉണ്ട്. നമുക്കൊരു പ്രശ്നം വരും. ഒരു തിങ്കിങ് എന്ന് പറയുന്നത് നെഗറ്റീവ് തിങ്കിങ്. ഓക്കെ, മാർക്കറ്റ് ഡൗൺ ആണ്, മൊത്തത്തിൽ സെയിൽസ് കുറവാണ്, എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാല്ല, എല്ലാം ഡൗൺ ആയി, ഇനി ചിലപ്പം പൊട്ടിപ്പോണ്ടി വരും. ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് സംസാരിച്ചുകൊണ്ടിരിക്കുക, ആ രൂപത്തിലൂടെ പോകും. മൊത്തത്തിൽ നെഗറ്റീവ് ന്യൂസുകൾ കാണാൻ തുടങ്ങും. കാരണം നമ്മുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മളൊരു ചിന്ത വല്ലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുമായി മാച്ച് ആവുന്ന എല്ലാ ഡാറ്റയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയ നോക്കിയാലും അങ്ങനെ തന്നെയായിരിക്കും, അതല്ലെങ്കിൽ മറ്റുള്ള പുറത്ത് നോക്കിയാലും അങ്ങനെ ആയിരിക്കും. നമ്മുടെ സുഹൃത്തുക്കളുടെ സൗഹൃദ വലയത്തിൽ നടക്കുന്ന ഡിസ്കഷനുകൾ നോക്കിയാലും ഒക്കെ നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ്. കാരണം നമ്മൾ ആ നെഗറ്റീവ് നമ്മൾ അതിൽ വിശ്വസിക്കുന്നു, പ്രശ്നങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ട് അത് തന്നെ കണ്ടുകൊണ്ടിരിക്കും. അതൊരു സൈഡ്. അടുത്ത പോസിറ്റീവ് തിങ്കിങ് ആണ്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കാം. അടുത്ത പോസിറ്റീവ് തിങ്കിങ് ആണ്. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, മാർക്കറ്റ് ഡൗൺ ആണ്, പ്രശ്നമാണ്, സെയിൽസ് ഒന്നും നടക്കുന്നില്ല, ഇനിയൊന്നും നടക്കില്ല, അപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല, എല്ലാം കുറെ കഴിയുമ്പോൾ റെഡിയാവും, മാർക്കറ്റ് അപ്പ് ആവുമ്പോൾ റെഡിയാവും എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ഒരവസ്ഥ. എനിക്കിപ്പോ ഒന്നും ഇതിൽ ചെയ്യാനില്ല, മാർക്കറ്റ് അപ്പ് ആവുമ്പോൾ അപ്പാവട്ടെ, ആ സമയത്ത് വരെ പിടിച്ചു നിൽക്കുക മാത്രമാണ് പോസിറ്റീവ് തിങ്കിങ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ. ഇതും ശരിയാവില്ല. ഇതൊന്നും അല്ലാത്ത ഈ പ്രതിസന്ധി പ്രയാസം ഉണ്ടാക്കുന്ന സമയത്ത് വിജയിക്കുന്ന ആൾക്കാർ, അത് അവസരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ, അവരാണ് അടുത്ത കൂട്ടര് പോസിബിലിറ്റി തിങ്കേഴ്സ്. പോസിബിലിറ്റി തിങ്കേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പൊ ഇവിടെ എനിക്ക് എന്ത് അവസരമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ബാക്കിയുള്ളവരെല്ലാവരുടെയും ബിസിനസ് ഡൗൺ ആണ്, പക്ഷെ ഇപ്പോഴും കച്ചവടം നടക്കുന്നുണ്ട്, ഇപ്പോഴും സെയിൽ നടക്കുന്നുണ്ട്, ഇപ്പോഴും എന്തൊക്കെയോ ബിസിനസ് നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ എന്റെ പ്രോഡക്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും, ചിലപ്പോ വേറെ കസ്റ്റമേഴ്സിനെ തേടേണ്ടി വരും, വേറെ ലൊക്കേഷനിലേക്ക് പോകേണ്ടി വരും, വേറെ സംഗതി. ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റിലായിരിക്കാം പ്രശ്നം, വേറെ മാർക്കറ്റിൽ അവസരം ഉണ്ടാകാം. ചിലപ്പോൾ വേറെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ, ചിലപ്പോൾ പുതിയൊരു ഓഫർ കൊണ്ടുവന്നാൽ മതിയോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പൊ എല്ലാവരുടെയും ക്ലയൻസ്, ആർക്കും കച്ചവടം ഇല്ലാതെ ഡൗൺ ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിന്റെ ക്ലയൻസിനെ കൂടി എന്നിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് എങ്ങനെ കൂടുതൽ കച്ചവടം ആഡ് ചെയ്യാൻ പറ്റും, ഇപ്പൊ എനിക്ക് എങ്ങനെ, അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ വേണ്ടേ, സംഗതികൾ വേണ്ടേ, പൈസ വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ചിലപ്പോൾ പ്രതിസന്ധിയാണ്, കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ടീം മെമ്പേഴ്സിനോട് പറയേണ്ടി വരും, എന്ത്, സാലറി ഇപ്പോ പകുതിയെ തരാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ സാലറി കുറവാണ്. ആൻഡ് യു ഹാവ് ടു ടേക്ക് മെഷേഴ്സ്. അതായത് പ്രതിസന്ധി വരുന്ന സമയത്ത് പ്രതിസന്ധിക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കണം. അല്ലാതെ നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമില്ല, പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് കാര്യമില്ല. ബിസിനസ് വേൾഡിൽ ഓപ്പർച്യൂണിറ്റി തിങ്കിങ്, പോസിബിലിറ്റി തിങ്കിങ് ആണ് വർക്കൗട്ട്. പോസിറ്റീവ് തിങ്കിങ് വേണ്ടെന്നല്ല പറഞ്ഞത്, പോസിറ്റീവ് തിങ്കിങ് വേണം, പക്ഷെ അവിടെ പോസിബിലിറ്റി തിങ്കിങ് വേണം. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാകും, എല്ലാം റെഡിയാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസം, അത് മാത്രം വിശ്വസിച്ചിരുന്നത് കൊണ്ട് നടക്കില്ല. യു ഹാവ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ, ആൻഡ് ദാറ്റ്സ് കോൾഡ് ബിസിനസ്. യു ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ചെയ്തേ പറ്റൂ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നല്ല ആറ്റിറ്റ്യൂഡാണോ? ഞാനിപ്പോ ഈ പറഞ്ഞു തന്നത് പുതിയ ഒരുപാട് ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇൻസ്പിറേഷനോ, ഒരുപാട് ആൾക്കാർ എന്ന് വെച്ചാൽ ഓക്കെ ഇത്രയും കാലം ചിന്തിച്ചതുപോലെ അല്ല ഞാൻ ചിന്തിക്കുന്നു. Is it a new perspective? പുതിയൊരു പെർസ്പെക്റ്റീവ് കിട്ടിയോ? Yes or no? Just comment down. Yes or no? Just comment down. Because nobody, yes or no? Just comment down. Nobody is going to give us anything. കമർച്ചാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്തേ പറ്റൂ, ഡിഫറെന്റ് ആയിട്ട് പ്ലാൻ ചെയ്തേ പറ്റൂ, ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്തേ പറ്റൂ, ഇറങ്ങി തിരിച്ചേ പറ്റൂ. വേറെ ഒരാളും എന്ത് ചെയ്യില്ല, നമുക്കത് വേണ്ടിയിട്ട് ചെയ്തു തരില്ല. Nobody is going to do it for you. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇറങ്ങാൻ റെഡിയാണ്, നിങ്ങൾ പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇറങ്ങി തിരിച്ച് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. യു ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അതായത് പിന്തിരിയില്ല എന്നുള്ള ഒരു വാശിയോട് കൂടിയിട്ട്, ഒരു താല്പര്യത്തോട് കൂടിയിട്ട്, കഷ്ടപ്പെടാൻ തയ്യാറായിട്ട്, അതിനു വേണ്ടി എത്ര സമയം എടുത്താലും വേണ്ടില്ല, ഐ വാണ്ട് ടു അച്ചീവ് ഇറ്റ്, ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് ബെറ്റർ. എന്റെ സിറ്റുവേഷൻ ബെറ്റർ ആക്കിയേ പറ്റൂ. കാരണം ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പകുതിക്ക് വെച്ച് നിർത്താനല്ല, ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്
എന്റെ 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 ഫാമിലി ലൈഫ്, എന്റെ ലൈഫ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, എന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട്, ഒരു നല്ല വീട് വെക്കാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു വാഹനം വാങ്ങാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്റെ മാതാപിതാക്കൾക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഐ ഹാവ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. ഫൈൻഡ് ദാറ്റ് റീസൺ. എന്തിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ആ റീസൺ നിങ്ങൾ തിരിച്ചു പിടിക്കണം. എന്നിട്ട് കണ്ടെത്തിയിട്ട് അതിനു വേണ്ടി രാവിലെ പകലില്ല വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റൂ. അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഇറങ്ങിത്തിരിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ അറിവോ കാര്യങ്ങളോ ഒന്നും പ്രശ്നമില്ല. ഇറങ്ങി ഓടാനും ഇറങ്ങി നടക്കാനും ഇറങ്ങി പ്ലാൻ ചെയ്യാനും ഇറങ്ങി വർക്ക് ചെയ്യാനുമുള്ള ആ ഒരു മെന്റാലിറ്റി, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനും അതിലേക്ക് എഫോർട്ട് ഇടാൻ again and again and again and again. It's not easy. Do you think it's easy? ഞാനിപ്പോ ഇവിടെ വന്നിരുന്ന് ക്ലാസ് എടുക്കുന്നത് ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? നോ. ഞാൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് എനിക്കേ അറിയുള്ളൂ. നിങ്ങൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്കേ അറിയുള്ളൂ. നമ്മളെല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മളെല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും പോരായ്മകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. Get up and show up. Get up, dress up and show up and fight for your dreams. എന്താണ്? Get up, dress up and show up. അല്ലെ ഇങ്ങനെയും കൂടെ പറയാം. Wake up, get up, dress up and show up and fight for your dream. നിങ്ങളുടെ പ്രൊജക്ടിന് വേണ്ടിയിട്ട് wake up, get up, dress up and show up. ഇറങ്ങി തിരിച്ചേ പറ്റൂ. താങ്ക് യു സോ മച്ച് രഹന. ഹാവ് എ ഗ്രേറ്റ് ഡേ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം, പ്ലാൻ ചെയ്യുക. നോബഡി ഈസ് ഗോയിങ് ടു ഗിവ് ഇറ്റ് ടു യു. സോ എന്ത് ചെയ്യണം? വരണം, പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പഠിച്ചിട്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ്. വെൻ യു ആർ ഗെറ്റിംഗ് എൻ ഓപ്പർച്യൂണിറ്റി, ഗ്രാബ് ഇറ്റ്. മറ്റുള്ളവരെല്ലാവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ആ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കെന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, നിങ്ങളുടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എങ്ങനെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? യു ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. യു ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. ഡയറക്റ്റ് നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു 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 വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, സൊല്യൂഷൻസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് ദ വേ യു ഹാവ് ഷുഡ് തിങ്ക്. അപ്പോ വായിക്ക, ബി എ പോസിബിലിറ്റി തിങ്കർ. PT എന്ന് കമന്റ് ചെയ്ത്. നിങ്ങൾക്ക് ഏതാ വേണ്ടത്? NT ഉണ്ട്, നെഗറ്റീവ് തിങ്കർ. അടുത്തത് ഏതാണ്? PT, പോസിറ്റീവ് തിങ്കിങ് ഉണ്ട്. അതേപോലെ പോസിബിലിറ്റി തിങ്കിങ്. കമന്റ്. മൂന്നാമത്താണ് നമുക്ക് വേണ്ടത്, പോസിബിലിറ്റി തിങ്കിങ്, ഓപ്പർച്യൂണിറ്റി തിങ്കിങ്. മനസ്സിലായോ? പോസിബിലിറ്റി തിങ്കർ ആയിട്ട് മാറണം. സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ. ബിസിനസ്സിൽ എന്താ വെച്ചാല് അവിടെ ആർക്കും കണ്ണിൽ ചോരയില്ല. മനസ്സിലാവുന്നുണ്ട്? കണ്ണിൽ ചോരയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എന്താ വെച്ചാൽ അവിടെ പച്ചക്ക് പറയുകയാണെന്നുണ്ടെങ്കിലുള്ള അവസ്ഥ അതാണ്. നോബഡി ഈസ് ഗോയിങ്. കാരണം റെന്റ് കൊടുക്കാനുള്ള ആൾ റെന്റ് ചോദിച്ചു വരും, തൊഴിലാളികൾ സാലറി ചോദിച്ചു വരും, വെൻഡേഴ്സ് അവരുടെ സംഗതികൾ ചോദിച്ചു വരും, സപ്ലയേഴ്സ് അത് ചോദിച്ചു വരും, ഡീലേഴ്സ് അവരുടെ സംഗതികൾ ചോദിച്ചു വരും. എവരിബഡി വിൽ ബി ആസ്കിങ്. നോബഡി വിൽ വെയിറ്റ്. അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് പ്രശ്നങ്ങളുണ്ട്, ചാലഞ്ചസ്, ബുദ്ധിമുട്ടുകളുണ്ട്. കുറെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിർത്താൻ പറ്റുമായിരിക്കും, പക്ഷേ അങ്ങനെ നിർത്താൻ പറ്റില്ല. യു ഹാവ് ടു ഡു സംതിങ് ഡിഫറെന്റ്. എന്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, എന്ത് ഓഫർ ചെയ്യാൻ പറ്റും, എന്നിലേക്ക് എങ്ങനെ കൂടുതൽ സെയിൽ കൊണ്ടുവരാൻ പറ്റും, ഇപ്പൊ സെയിൽ എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നുള്ള സംഗതിയിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിന്, നമ്മളുടെ കൂടെ ഉള്ള കസ്റ്റമേഴ്സിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നഷ്ടപ്പെടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും.
നമുക്ക് ഇപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. തിങ്ക് ലൈക്ക് ദാറ്റ്. അപ്പം ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഇതേ സംഗതിയാണ്. ബിസിനസ് മാത്രമല്ല, പേഴ്സണൽ ലൈഫിലും നിങ്ങൾ പല ആൾക്കാരും സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും, പല സംഗതികളും. അപ്പൊ അവിടെ ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കുറച്ച് നേരം അങ്ങനെ ചിന്തിക്കാം. പക്ഷേ ഒരു സൈഡിൽ എന്ത് വേണം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് ക്യാൻ ഐ ഡു ടു ചേഞ്ച് മൈ സിറ്റുവേഷൻ, വാട്ട് ക്യാൻ ഐ ഡു, ഹൗ ക്യാൻ ഐ ചേഞ്ച് മൈ സിറ്റുവേഷൻ. എനിക്ക് എന്റെ സിറ്റുവേഷൻസിനെ എങ്ങനെ ചേഞ്ച് ചെയ്യണം, എനിക്ക് എങ്ങനെ കാര്യങ്ങൾ മാറ്റിമറിക്കാം എന്നത് നമ്മൾ പ്ലാൻ ചെയ്ത് ചിന്തിച്ച് വർക്ക്ഔട്ട് ചെയ്തിട്ട് കൊണ്ടുവരണം. മനസ്സിലാകുന്നുണ്ട്? അടുത്ത എന്താണ് എഴുതേണ്ടത്? വാട്ട് ഹാസ് ദ സ്ട്രെങ്ത് ഓഫ് ദ കമ്പനി. നിങ്ങളുടെ കമ്പനിക്കുള്ള സ്ട്രെങ്ത് എന്താണ്? ഈ പ്രതിസന്ധി സംഗതികളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാവരും പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കും, വീക്ക്നെസ്സുകളിലേക്ക് മാത്രം. പക്ഷെ അതേ സമയത്ത് നമുക്ക് ഹോപ്പ് തരുന്ന ഒരു കാര്യമാണ് എന്തെല്ലാം സ്ട്രെങ്ത് നമുക്കുണ്ട് എന്നുള്ളത് ചിന്തിക്കണം. ഇത് കമ്പനിക്ക് മാത്രമല്ല, വ്യക്തികൾ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് ആർ ദ സ്ട്രെങ്ത് യു ഹാവ്. നിങ്ങൾക്ക് എന്ത് സ്ട്രെങ്ത് ഇപ്പോൾ ഉണ്ട്? അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ കമ്പനിയിൽ എന്ത് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഫൗണ്ടർ ഉണ്ടാകാം, അത് നിങ്ങളുടെ ഒരു ഇതായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക, അത് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. നല്ല ടാലന്റ് ഉള്ള ഫൗണ്ടർ ഉണ്ടാകാം. അടുത്തെന്താണ്, നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോർ ടീം ഉണ്ടാകാം. നിങ്ങളുടെ ഇടം വല നിൽക്കാൻ പറ്റുന്ന നിങ്ങളുടെ നല്ല മാനേജർമാരോ സൂപ്പർവൈസർമാരോ ചിലപ്പോൾ ഉണ്ടാവാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നല്ല ടീം മെമ്പേഴ്സ് ഉണ്ടാകാം. നിങ്ങളുടെ തൊഴിലാളികൾ, നിങ്ങളുടെ ടീമിൽ വരുന്ന ആൾക്കാർ, നിങ്ങളുടെ ജോലിക്കാർ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. എന്തൊക്കെ സ്ട്രെങ്ത് ആണ് ഇപ്പോൾ ഉള്ളത്, എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണ്? ബെസ്റ്റ് പ്രോഡക്റ്റ് ഓർ ബെസ്റ്റ് സർവീസ് സപ്പോർട്ട്, വട്ട് എവർ ഇറ്റ് ഇസ്. നല്ല സർവീസ് ടീം ഉണ്ടാകും, ഫുള്ളി കേപ്പബിൾ ആയിട്ടുള്ള, കസ്റ്റമേഴ്സിനെ സർവ് ചെയ്യാൻ പറ്റുന്ന. HR ഡിപ്പാർട്ട്മെന്റ് നല്ല സ്ട്രോങ് ആയിരിക്കാം, നല്ല മാൻ പവർ ഉണ്ടാവും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന. ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവാം, ബെസ്റ്റ് ടെക്നോളജി ഉണ്ടാവും. അപ്പൊ ഇത് വെച്ചിട്ട് ഇതെന്താണ് ഉള്ളത് എന്നുള്ളത് തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാലത്ത് അറിവുണ്ടാകാം. നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത്രയും കാലത്ത് അറിവുണ്ട്, നിങ്ങൾക്ക് ഇത്രയും കാലത്ത് നോളജ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. നമ്മുടെ വീക്ക്നെസ് ചെക്ക് ചെയ്യണം, സ്ട്രെങ്ത് ചെക്ക് ചെയ്യണം. അപ്പൊ സ്ട്രെങ്ത് നമുക്ക് ഒരുപാട് ഹോപ്പ് തരും. പലപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ ഡൗൺ ആയിരിക്കും, നമുക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, അങ്ങനെ ഇല്ലല്ലോ, ഈ പ്രശ്നമാണല്ലോ, ആ പ്രശ്നമാണ്, പ്രശ്നത്തിലേക്ക് മാത്രം നോക്കി. When you think about problems, you attract more problems because you can only see more problems. നിങ്ങൾ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ, പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുമ്പോൾ, അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാണ്, കാണുകയാണ്. അതിലേക്ക് നിങ്ങളുടെ ഫോക്കസ് പോവുകയാണ്, അതിലേക്ക് നിങ്ങളുടെ എനർജി പോവുകയാണ്, അതിലേക്ക് നിങ്ങൾ അത് തന്നെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ഒരു യൂണിവേഴ്സിലേക്ക്, ഈ എനർജി ഫീൽഡിലേക്ക് നിങ്ങൾ വിട്ടുകൊടുക്കും. ദർ ഇസ് എ ഫീൽഡ് ഇൻ ദിസ് യൂണിവേഴ്സ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ കാണുകയും നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ അനുഭവിക്കാനും കൂടുതൽ പോകുന്നത് പ്രശ്നങ്ങളാണ്. ചേഞ്ച് ദാറ്റ്. അത് ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, യു ഹാവ് ടു ബ്രിങ് ബാക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നേ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചിലപ്പോൾ അതിൽ നിന്ന് സൊല്യൂഷൻസ് കിട്ടും. അതിൽ നിന്ന് എന്തെങ്കിലും ചിലപ്പോൾ കുറെ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അതായിരിക്കും നിങ്ങളുടെ സ്ട്രെങ്ത്. കുറെ പ്രോഡക്റ്റ് സ്റ്റോക്ക് ഉണ്ടല്ലോ, ഇത് വിറ്റാൽ മതി, ചിലപ്പോൾ അതായിരിക്കും സ്ട്രെങ്ത്. ക്ലിയർ ആണോ? ഇത് വിറ്റാൽ മതി, ഈ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സ്ട്രെങ്ത്. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? ഓക്കെ, എന്തൊക്കെ സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്? അടുത്ത എന്താണ് ഇനി ചെയ്യേണ്ടത്? നിങ്ങളുടെ ചാലഞ്ചസ് ഓരോന്നും എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് തുടങ്ങണം. ലിസ്റ്റ് ഔട്ട് ദ ഏരിയാസ് വിച്ച് നീഡ്സ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ. അതായത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഫസ്റ്റ് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയും എഴുതിയതിനു ശേഷം നമ്മളുടെ
പ്രശ്നങ്ങൾക്ക് ഉള്ള ആ ഒരു ലിസ്റ്റ് എഴുതിയിട്ട് അത് എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. ആദ്യം ഏത് സോൾവ് ചെയ്യണം, പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട പ്രശ്നം എന്താണ്, ചലഞ്ചസ് ആണ് എടുക്കേണ്ടത്. നമ്മുടെ കമ്പനി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ച് എന്താണ്, 3 4 5 ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഏറ്റവും ആദ്യം സോൾവ് ചെയ്യേണ്ടത് ഏതാണ്, അതെടുക്കുക, അത് ലിസ്റ്റ് ചെയ്യുക. ദെൻ എന്താ ചെയ്യേണ്ടത്, അതിന് അടുത്തത് പോസിബിൾ സൊല്യൂഷൻസ് ടു ഓവർകം ദ പെർട്ടിക്കുലർ ചലഞ്ച്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, എന്തൊക്കെ സൊല്യൂഷൻസ് അതിനുണ്ടാകാം, എന്തൊക്കെ സൊല്യൂഷൻസ് അതിന് വേണ്ടിയിട്ട്, ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന സൊല്യൂഷൻസ് എഴുതി വെക്കും. അതിന് ഇന്നതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് എഴുതി വെക്കുക. ജസ്റ്റ് റൈറ്റ് ഡൗൺ വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻസ് ദാറ്റ് വി ക്യാൻ ഹാവ്. മനസ്സിലാകുന്നുണ്ടോ? പോസിബിൾ സൊല്യൂഷൻസ് എന്ത് ചോദിച്ചാൽ എഴുതി വെക്കുക. എന്തൊക്കെ പോസിബിൾ സൊല്യൂഷൻസ് ആണ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക. ക്ലിയർ ആണോ? നിങ്ങളുടെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലേക്ക് തോന്നുന്ന പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഏതാണ്, ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ. അത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്ന വെച്ചാൽ, നിങ്ങൾക്ക് അറിയാവുന്ന ഐഡിയാസ്, സംഗതികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം. ദെൻ ക്രിയേറ്റ് എ ബേസിക് ആക്ഷൻ പ്ലാൻ. എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻസ് എഴുതി, ഇതാണ് സൊല്യൂഷൻ, ഇത് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. അതെങ്ങനെ ചെയ്യും, അതാണ് ആക്ഷൻ പ്ലാൻ. അതിന് വേണമെങ്കിൽ എഴുതി വെച്ചോ. ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേണമെങ്കിൽ കമന്റ് ചെയ്യാം. ഇഫ് യു നീഡ് ഇറ്റ് ജസ്റ്റ് കമന്റ് ഔട്ട്, ഐ വിൽ ഗിവ് ഇറ്റ് ടു യു. കുറച്ചുകൂടെ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതെ, ഗായത്രി ചോദിക്കുന്നു, നമ്മൾ കണ്ടെത്തുന്ന സൊല്യൂഷൻ കറക്റ്റ് ആണോ എന്ന് എങ്ങനെ അറിയും, അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വെച്ചാൽ, എന്താണ് എൻ്റെ ആ സൊല്യൂഷൻ, വാട്ട് ഈസ് മൈ സൊല്യൂഷൻ ഓർ വാട്ട് ഈസ് മൈ ഐഡിയ. ഞാനിതിന് സൊല്യൂഷൻ ആയിട്ട് കാണുന്ന ഐഡിയ എന്താണ്. ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകാം, അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സൊല്യൂഷൻ എടുക്കുക, എന്നിട്ട് അതൊരു ആക്ഷൻ പ്ലാൻ ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, വാട്ട് ഈസ് മൈ സൊല്യൂഷൻ, വാട്ട് ഈസ് മൈ ഐഡിയ, എന്താണ് എൻ്റെ ഐഡിയ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, വൈ ദിസ് സൊല്യൂഷൻ ഓർ ദിസ് ഐഡിയ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി, ആ ഐഡിയ, വൈ ദിസ് ഐഡിയ ഓർ സൊല്യൂഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തുകൊണ്ട് ഇത് വർക്ക്ഔട്ട് ആകും. മനസ്സിലാവുന്നുണ്ടോ? വൈ ദിസ് ഐഡിയ ഈസ് റെലവെന്റ് ആണ്, എന്തുകൊണ്ട് യൂസ്ഫുൾ ആണ്, എന്തുകൊണ്ട് വർക്ക്ഔട്ട് ആകും. അടുത്തത് എഴുതി വെച്ചോ. ഇതിങ്ങനെ ചുമ്മാ കേട്ട് പോകേണ്ട സാധനമല്ല, കാരണം ഭയങ്കര പവർഫുൾ ആണ് ഈ സംഗതി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സംഗതികൾ ഒക്കെ എഴുതി വെക്കും. സോ വൈ ദിസ് ഐഡിയ, അടുത്തത് ഹൗ വിൽ ഐ എക്സിക്യൂട്ട് ദിസ് ഐഡിയ, എങ്ങനെ ഈ ഐഡിയ ഞാൻ എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത്, എങ്ങനെ ഞാൻ ഈ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അതിന്റെ സ്റ്റെപ്സുകൾ എഴുതുക, ബ്രാക്കറ്റിൽ എഴുതി വെച്ച സ്റ്റെപ്സ്. അതായത് ഫസ്റ്റ് എന്ത്, ആ ഐഡിയന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുക, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുക, തേർഡ് സ്റ്റെപ്പ് എന്താണ്, ആ സ്റ്റെപ്പുകൾ എഴുതി വെക്കുക, ഞാൻ എങ്ങനെ ചെയ്തു പോകും. അടുത്തത് ഹൂ വിൽ ഹെൽപ്പ് മീ, ആരെന്നെ ഹെൽപ്പ് ചെയ്യും ഈ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഹെൽപ്പ് വേണോ, ഹൂ വിൽ ഹെൽപ്പ് മീ, ഹൂ ക്യാൻ ഹെൽപ്പ് മീ, ആർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹൂ വിൽ ഹെൽപ്പ്, അല്ലെങ്കിൽ ആരുടെയൊക്കെ സഹായം എനിക്ക് വേണം. അപ്പൊ എത്ര ആൾക്കാരുടെ ലിസ്റ്റ് വേണം, അത്ര ആൾക്കാരുടെ ലിസ്റ്റ് ഔട്ട് ദ നെയിംസ് ഓഫ് ദ പീപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ദേ ആർ ഗോയിങ് ടു ഹെൽപ്പ് മീ, ഹു വിൽ ഹെൽപ്പ് മീ, ഹൗ ദേ ആർ ഗോയിങ് ടു ഹെൽപ്പ് മീ. ഓരോരുത്തരുടെയും അവരുടെ റോൾ എഴുതി വെക്കുക, അവരുടെ പേര് എഴുതുക, അവരുടെ റോൾ എഴുതുക. ഹു വിൽ ഹെൽപ്പ് മീ, ഹൗ ദേ ആർ ഗോയിങ് ടു ഹെൽപ്പ് മീ എന്നുള്ളതാണ് റോള്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ റിസോഴ്സസ്, ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ റിസോഴ്സ് എനിക്ക് വേണം. ഇതിനു വേണ്ടിയിട്ട് എന്തെല്ലാം റിസോഴ്സുകൾ എനിക്ക് വേണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വിൽ ഐ എക്സിക്യൂട്ട് ദിസ്? ഇത് ഞാൻ എന്ന് എക്സിക്യൂട്ട് ചെയ്യും? എന്നാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുക? വെൻ വിൽ ഐ സ്റ്റാർട്ട്? ആൻഡ് വെൻ ഇറ്റ് വിൽ എൻഡ്? ഇതെന്ന് സ്റ്റോപ്പ് ആകും? ഈ ഒരു ഐഡിയ പൂർത്തിയാകുന്ന വെൻ ഇറ്റ് വിൽ കംപ്ലീറ്റ്? ഏകദേശം ഒരു ധാരണ എഴുതിയാൽ മതി. ചിലപ്പോൾ കംപ്ലീറ്റ് ആവില്ല, അത് തുടർന്നുകൊണ്ട് പോകേണ്ട കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തായാലും ഇത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എപ്പോഴാണ്? വെൻ വിൽ ഐ സ്റ്റാർട്ട്? വെൻ വിൽ ഐ കംപ്ലീറ്റ്? മിനിമം ഇത്രയെങ്കിലും ചെയ്യണം. ഇതുപോലെ ശരിക്ക് ഏകദേശം 10-30 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. നമ്മളുടെ ബിസിനസ് പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തതിലേക്ക് വരിക, എന്നിട്ട് ഇതിന്റെ ഡെപ്തിലുള്ള ആക്ഷൻ പ്ലാൻ, എക്സിക്യൂഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണത്. ഭയങ്കര പവർഫുൾ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കണം. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താ സംഭവിക്കും? ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ കൊണ്ടുവന്ന ഐഡിയ, നിങ്ങൾക്ക് തോന്നുന്ന ആശയം, ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു പ്ലാൻ ആക്കിയതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും അതൊക്കെ ചോദിക്കട്ടോ. ഞാൻ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലാരിറ്റി കൂടി വരും. പറഞ്ഞോ, എന്താ സംഭവിക്കുക? ക്ലാരിറ്റി കൂടുമോ? നിങ്ങളുടെ ക്ലാരിറ്റി കൂടും. ഈ ഒരു ഐഡിയ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമെന്നുള്ള ക്ലാരിറ്റി കൂടും എന്ന് തോന്നുന്നവർ എന്ത് ചെയ്യുക? ജസ്റ്റ് കമന്റ് ഡൗൺ സി. ജസ്റ്റ് കമന്റ് ഡൗൺ സി. Just comment down, see. I want your active participation. Just comment down, see. Absolutely. Very good. Yes. അപ്പൊ നിങ്ങളുടെ ക്ലാരിറ്റി കൂടി. അപ്പൊ ഈ ഒരു സംഗതി നിങ്ങൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാരിറ്റി കൂടി. ഇത് നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ഒരു കൊണ്ടുവന്ന ഒരു ആശയം എടുത്തിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്ന് പറയുന്ന ഒരുപാട് പണിയാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കുക. അപ്പൊ അത് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് അല്ലെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, ആ ഐഡിയ ഒരിക്കലും നല്ല ഐഡിയ അല്ല. അല്ലെങ്കിൽ നിങ്ങൾ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഐഡിയ അല്ല. നിങ്ങൾ ഒരു ഐഡിയ ചിലപ്പോൾ നല്ലതായിരിക്കാം, പക്ഷെ നിങ്ങളെ കൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിന്റെ ആദ്യത്തെ ലക്ഷണമാണെന്ത്? അതിന് വേണ്ടിയിട്ട് പ്ലാനിങ്ങിന് പോലും തയ്യാറല്ല എന്നുള്ളത്. അപ്പൊ തന്നെ എന്താ വെച്ചാൽ ആ ഐഡിയ ചിലപ്പോൾ നല്ലതായിരിക്കാം, വിജയിക്കാന്നറിയില്ല. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നേരത്തെ ചോദിച്ച ചോദ്യം അതാണ്. ഗായത്രി ചോദിച്ചാൽ എന്താണ്? നമ്മളുടെ ഐഡിയ നല്ലതാണോ, വിജയിക്കുക, അത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ഈ പ്ലാൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം, ആക്ഷൻ പ്ലാൻ നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ല, ഇത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിലേക്കാണ് ഗായത്രി ചോദിച്ചിട്ടുള്ളത്. അതാണ് ടേക്ക് ഫീഡ്ബാക്ക് ആൻഡ് ഗെറ്റ് മോർ ഐഡിയാസ് ടു മേക്ക് ഇറ്റ് ഡീറ്റെയിൽഡ് പ്ലാൻ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് നമ്മളാണ് ആദ്യം പണിയെടുക്കുന്നത്. വേറെ ആരോടും ഇതിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാൻ പോകരുത്. ഈ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയ ഈ പ്ലാനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടീമിന്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് പോകണം. ഇതേപോലെ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് സർക്കിൾ, നമുക്കൊരു ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്നത് പോലെ എന്ന് വെച്ചാൽ നമുക്കൊരു ബിസിനസ് സർക്കിൾ ഉണ്ടാവും, ഫ്രണ്ട്സ്. അവരടുത്ത് ചോദിക്കാം. അതും അല്ലെങ്കിൽ ഒരു മെന്റർ അടുത്ത് പോവാം, അതും അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് അടുത്ത് പോവാം. എല്ലാ ഐഡിയാസിനൊന്നും ചിലപ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല. ചിലതൊക്കെ നമ്മൾ തന്നെ ട്രൈ ചെയ്യണം. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ടീമിന്റെ അടുത്തോ നമ്മുടെ ബിസിനസ് സർക്കിളിലെ ഫ്രണ്ട്സിന്റെ അടുത്തോ വേണമെങ്കിൽ ചോദിക്കാം. വലിയൊരു ഐഡിയ ഒക്കെ ആണെങ്കിൽ, വലിയ ചില ഐഡിയാസ് ചിലപ്പോ നമ്മള് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഐഡിയ ആയിരിക്കും, ചിലപ്പോൾ ഒരുപാട് പൈസ ആവശ്യമുള്ളതായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള ആവശ്യം വരുന്ന, പണം ഇൻവെസ്റ്റ്മെന്റ് വരുന്ന, പണം കോസ്റ്റ് വരുന്ന ഒരു ഐഡിയാസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുക്കേണ്ടി വരും. ചില ഐഡിയാസ് ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ വർക്കൗട്ടായ അടിപൊളിയായിരിക്കും, കോസ്റ്റ് വല്ല ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഐഡിയാസ് ഒന്നും ഒരുപാട് ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുക്കുന്നില്ല, അറ്റ്ലീസ്റ്റ് ടീമിനോട് ഫീഡ്ബാക്ക് എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ ടേക്ക് ദ ഫീഡ്ബാക്ക് ആൻഡ് ഡു ഇറ്റ്. അപ്പോൾ ഫീഡ്ബാക്ക് നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ, എടുത്തേ പറ്റൂ. എന്നിട്ട് എന്ത് ചെയ്യണം? അതൊരു ഡീറ്റെയിൽഡ് പ്ലാൻ ആണ്. കാരണം അവരുടെ അടുത്തും കുറെ ഐഡിയാസ് വരും. നമ്മളുടെ ഐഡിയാസ് മാത്രമാകുമ്പോൾ ചെറിയൊരു പ്ലാൻ ഉണ്ടാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്കുള്ള ട്രോമ റെസ്പോൺസ് കാരണം അധിക ബിസിനസ്സുകാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അധിക ബിസിനസ്സുകാരും ഹീല് ചെയ്യാത്തത് കൊണ്ട് അധിക ബിസിനസ്സുകാർക്കും ഫീഡ്ബാക്ക് എടുക്കാൻ മടിയാണ്. മറ്റുള്ളവരുടെ ഫീഡ്ബാക്കുകളോ മറ്റുള്ളവരുടെ ഐഡിയാസോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് നമ്മളുടെ ഒരു ട്രോമ റെസ്പോൺസ് ആണ്. മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാൻ കഴിയാത്ത ട്രോമ റെസ്പോൺസ് ആണ്. മറ്റുള്ളവർ ഞാൻ ഈ പറയുന്ന ഐഡിയ കേട്ട് കഴിഞ്ഞാൽ അവരിത് കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമെന്നുള്ള വിശ്വാസമില്ലായ്മ ഒരു ട്രോമ റെസ്പോൺസ് ആണ്. അത് ഹീൽ ചെയ്യണം. അതിനാണ് വരാൻ പറഞ്ഞത് എന്ത്? വായു എവിടെ?
കോഴിക്കോട് വായും 7-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ. കംപ്ലീറ്റ് ഹീലിംഗ്. പല രീതിയിലുള്ള വിഷയങ്ങളിൽ നമ്മൾ സംസാരിച്ച് അതിന്റെ അവയർനെസ്സും കാര്യങ്ങളും സംഗതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യും കേട്ടോ. സോ ഐ ഗോട്ട് ഹൗ ടു ഫെയിൽ മൈ ഓൺലൈൻ ട്യൂഷൻ. അബിയ പറയുന്നു. അബിയക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എന്റെ ഓൺലൈൻ ട്യൂഷൻ ഫെയിലായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. യെസ് ഓർ നോ അബിയ? ആണോ? അതാണോ ഉദ്ദേശിച്ചത്? യെസ്. കൺഗ്രാറ്റുലേഷൻ. എന്താണ് കൺഗ്രാറ്റുലേഷൻ ഞാൻ പറയുന്നത്? എങ്ങനെ മിസ്റ്റേക്ക് വന്നു എന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലെ? അപ്പൊ ഇനി സൊല്യൂഷൻ കണ്ടെത്താം, നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഐ എം റിയലി ഹാപ്പി ഫോർ യു. ദിസ് ഈസ് ബ്രേക്ക് ത്രൂ. തിരിച്ചറിവുണ്ടാവുന്നതാണ് നമ്മൾ തിരിച്ചു വരവിനുള്ള വഴിയൊരുക്കുക അല്ലെ? സോ ഡോണ്ട് വറി. എ സെറ്റ് ബാക്ക് ഈസ് മസ്റ്റ് ഫോർ എ കം ബാക്ക്. ഒരു കം ബാക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ, പവർഫുൾ ആയിട്ടൊന്ന് കുതിച്ചു വരണമെന്നുണ്ടെങ്കിൽ സെറ്റ് ബാക്ക് ഇസ് എ മസ്റ്റ്. ഇനി പണിപ്പൂരയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാം അബിയ? വർക്ക് ഓൺ യുവർ സെൽഫ്. How can you transform? How can you transform as a business leader, as a teacher, as a tuition provider? മറക്കരുത്, നമ്മുടെ പ്രോഗ്രാമിലേക്ക് എന്തായാലും വരണം കേട്ടോ. സോ ലൈക്ക് ജെറിജോർ സാർ പറയുന്നു ഫീഡ്ബാക്ക് ഉണ്ട് സാർ. ഓക്കെ, ഫീഡ്ബാക്ക് ഉണ്ട്. യു ഷുഡ് വർക്ക് ഓൺ ഇറ്റ്. ഈ സെഷൻ ശരിക്കും ഉപകാരപ്പെട്ടോ? ലൈക്ക് ഇറ്റ് ലിറ്ററലി പലർക്കും ഇപ്പൊ അബിയക്ക് ഉപകാരപ്പെട്ടു. എത്ര പേർക്ക് ഉപകാരപ്പെട്ടു? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയോ? എന്തെങ്കിലും ഒരു ഹോപ്പ് കിട്ടിയോ? എന്തെങ്കിലും പ്രതീക്ഷ കിട്ടിയോ? എന്തെങ്കിലും എനിക്ക് ലൈക്ക് ഇഫ് എനിബഡി ഹാവിങ് എ യൂസ്ഫുൾ ലൈക്ക് ജസ്റ്റ് ഗിവ് മീ അതിന് എന്തെങ്കിലും ഒരു പോയിന്റ് പറയാമോ? നിങ്ങൾക്ക് കിട്ടിയ ഒരു സ്പാർക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ലൈക്ക് എന്തെങ്കിലും ഒരു ഹോപ്പിന് കാരണമായ ഒരു തിരിച്ചറിവ്? ഇപ്പോ ലൈക്ക് അബിയ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ട് എന്റെ ബിസിനസ് ഫെയിൽ ആയി എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. ദാറ്റ്സ് എ വെരി ഗുഡ് ബ്രേക്ക് ത്രൂ. ലൈഫ് രക്ഷപ്പെടാൻ പോവാണ്. ലൈക്ക് വെൻ യു ഹാവ് ദാറ്റ് റിയലൈസേഷൻ, റിയലി യൂസ്ഫുൾ എന്ന് പറയും. ഷായിബ ഷുനീം എങ്ങനെയാണ് ഉപകാരപ്പെട്ടത്? അതും ജസ്റ്റ് ഒന്ന് പറയാമോ? ലൈക്ക് യൂസ്ഫുൾ ആണെന്ന് പറയുന്നതിന് പകരം ലൈക്ക് എന്താണ് നിങ്ങൾ എന്താ തിരിച്ചറിഞ്ഞത് ഈ ഒരു സെഷനിൽ? നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബ്രേക്ക് ത്രൂ എന്താ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തിരിച്ചറിവുണ്ട്? ബി എ പോസിബിലിറ്റി തിങ്കർ എന്നുള്ള തിരിച്ചറിവ്. അംബുജാക്ഷൻ സാർ വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ബി എ പോസിബിലിറ്റി തിങ്കർ. എത്രയും കാലം നമ്മൾ ചിന്തിച്ചതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടൊരു തിങ്കിങ് വരികയാണ്, പുതിയൊരു സാധനം. നെഗറ്റീവ് തിങ്കിങ് കേട്ടിട്ടുണ്ട്, പോസിറ്റീവ് തിങ്കിങ് കേട്ടിട്ടുണ്ട്, പോസിബിലിറ്റി തിങ്കിങ് അല്ലേ? ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ്. നെക്സ്റ്റ് എന്താണ്? വേറെന്തായിരിക്കും? ഷായിബ പറയുന്നു ഐ അണ്ടർസ്റ്റുഡ് വേർ ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ മൈ എന്റർപ്രണർഷിപ്പ്. ഷായിബ പറയുന്നു ഓക്കെ, വെരി ഗുഡ്. ഷായിബ പറയുന്നു വെച്ചാൽ എവിടെയാണ് ഞാൻ സ്റ്റക്കായി പോയത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റി. ദാറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഐ എം സോ ഹാപ്പി ഫോർ യു. ഷുവർ സർ. തിരിച്ചറിവാണ് തിരിച്ചുവരവിനുള്ള വഴി. സൊല്യൂഷൻ വഴികൾ ഡിഫറെന്റ് തിങ്കിങ് വരുന്നു. വെരി ഗുഡ്. വാട്ട് ആക്ഷൻ ഷുഡ് ഐ ടേക്ക്? ഷായിബ എന്ത് ആക്ഷൻ ഇനി ഞാൻ എടുക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റി വന്നു കിട്ടി. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഐ എം റിയലി ഹാപ്പി ബിക്കോസ് ദാറ്റ്സ് ഓൾ വി നീഡ്. നമ്മുടെ ഈ ഒരു മോർണിംഗിലെ കോച്ചിങ് സെഷൻ കൊണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് ക്ലാസ് വേണോ? ബിസിനസ് ക്ലാസ് വേണോ? ഒരു ദിവസം ഇടയ്ക്ക് നമ്മൾ എന്താ വെച്ചാൽ പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസ്, ഇടയ്ക്ക് ബിസിനസ് ക്ലാസ്, ഇടയ്ക്ക് പേഴ്സണൽ ഡെവലപ്മെന്റ് ക്ലാസ്. യെസ്, വെരി ഗുഡ്. എവിടെയാണ് കുറവ് എന്ന് മനസ്സിലായി? വാട്ട് ആക്ഷൻ ഷുഡ് വിദ്യാസാഗർ പറയുന്നത് എവിടെയാണ് കുറവ് എനിക്ക് മനസ്സിലായി. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. റൈറ്റിംഗ് കൾച്ചർ വിൽ മേക്ക് പ്രോബ്ലം സോൾവിംഗ് മോർ വിസിബിൾ ആൻഡ് ട്രാൻസ്പെറന്റ്. മുജീബ് പറയും ഓക്കെ. റൈറ്റിംഗ് കൾച്ചർ, എഴുതുന്ന ഒരു സ്വഭാവം, എഴുതുന്ന ഒരു ഹാബിറ്റ്, അത് നമ്മൾ എഴുതി കഴിഞ്ഞ് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രശ്നങ്ങൾ നമുക്കെന്ന് വെച്ചാൽ വിസിബിൾ ആയി ട്രാൻസ്പെറന്റ് ഡീൽ ചെയ്യാൻ പറ്റും. വെരി ഗുഡ്, വേണം ക്ലാസ് വേണം. അപ്പൊ നിങ്ങൾ കുറെ ആൾക്കാർ എന്താ വെച്ചാൽ ഇങ്ങനെ ഹോം ബേക്കിംഗ്, സ്മോൾ ബിസിനസ്സുകൾ, സ്ത്രീകളാണെങ്കിൽ പല ആൾക്കാരും പല ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അവരെ സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്. കാരണം ഇനി അതല്ലാത്തവർക്കും ആ ഒരു ബിസിനസ് തിങ്കിങ് ഒക്കെ വരണം. എന്നാലും സാമ്പത്തികമായിട്ട് നമ്മൾ രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് നല്ല രീതിയിലേക്ക് ഗ്രോ ചെയ്യാനും സംഗതികൾക്കും പറ്റുള്ളൂ. സോ അത്തരത്തിലൊരു ഹെൽത്ത് ക്ലാസ് വേണം. ഓക്കെ, പാരന്റിങ് ക്ലാസ് വേണം. വെരി ഗുഡ്. ഹെൽത്ത് ക്ലാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, പാരന്റിങ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം, റിലേഷൻഷിപ്പ് ക്ലാസ്, ബന്ധങ്ങൾ അല്ലേ? വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് വെച്ചാൽ ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ ബന്ധങ്ങൾ
പ്രശ്നം ഉണ്ടാകുന്നത്, അതിന്റെ സൈക്കോളജി, സ്ത്രീ പുരുഷ സൈക്കോളജി, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പൊ ഇനി പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പല ക്ലാസ്സുകൾ വരാം. ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള നോളജൊക്കെ പരമാവധി ഷെയർ ചെയ്യാം. ഇതിനു മുൻപ് പറഞ്ഞിരുന്നല്ലോ എന്തെല്ലാം നോളജുകൾ നിങ്ങൾ കളക്ട് ചെയ്യണം, പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ ഒരു സെഷനിൽ? എന്തെല്ലാം നിങ്ങൾ പഠിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അതിൽ ഒരുപാട് ടോപ്പിക്സുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടോപ്പിക്സിലുള്ള പല വിഷയങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുമ്പോൾ ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ എന്തൊക്കെയായിരുന്നു? മൈൻഡിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു, സക്സസിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു, സൈക്കോളജിയെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു, പേഴ്സണാലിറ്റി ടൈപ്സിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു, ബിഹേവിയർ ടൈപ്സിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മളിവിടെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഹാബിറ്റ്സുകളെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഷ്യൽ എറ്റിക്കറ്റ്, എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപഴകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. വാല്യൂസിനെ കുറിച്ച് പഠിക്കണം, പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് പഠിക്കണം, ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കണം, സെയിൽസ് സ്കില്ല്, മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, ഗോൾ സെറ്റിംഗ്, മെനി തിങ്. നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. വേണോ? അതൊക്കെ വേണോ? ഇതൊക്കെ നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളിൽ പല ടോപ്പിക്സുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഹീലിംഗ് അല്ലെ? ഹീലിംഗ്, ഡിഫറെന്റ് ഹീലിംഗ് മെത്തേഡുകളെ കുറിച്ച് പഠിക്കണം. മൈൻഡ് റീപ്രോഗ്രാം, ലോ ഓഫ് അട്രാക്ഷൻ, ലീഡർഷിപ്പ്, സെൽഫ് ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, മണി മാനേജ്മെന്റ്, വെൽത്ത് ക്രിയേഷൻ, ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ്, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, പാരന്റിങ്, ലൈക്ക് യുനോ ഡൊമൈൻ, നിങ്ങളുടെ ഡൊമൈനിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവുന്നത്, ഹെൽത്ത്, ഫിറ്റ്നസ്, ഹൈജീൻ, ഫാഷൻ, ഇമേജ് മാനേജ്മെന്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പേഴ്സണൽ ബ്രാൻഡിങ്, പല വിഷയങ്ങൾ നമുക്ക് പഠിക്കാം. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ലോട്ട് ഓഫ് തിങ്സ് വി ക്യാൻ ലേൺ. നമുക്ക് ഇനി വരാൻ പോകുന്ന ഓരോ നാളുകളിൽ ഓരോ വിഷയത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ എടുത്ത് അറിവ് വർദ്ധിപ്പിച്ച് പോകാം. ആർ യു റെഡി? ആർ യു റെഡി ടു ലേൺ? സോ വ്യത്യസ്ത വിഷയങ്ങളാവട്ടെ. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഇന്നും പേഴ്സണൽ ഡെവലപ്മെന്റും ഈ മൈൻഡും സംഗതികളും കാര്യങ്ങളും മാത്രം പോരല്ലോ. വി നീഡ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ അതിനൊരു റുട്ടീനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടൊരു കലണ്ടർ സ്ട്രക്ചറിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ടോപ്പിക്കുകൾ ആഡ് ചെയ്ത് നിങ്ങളുടെ ഡിഫറെന്റ് നോളജുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സംഗതിയിലേക്ക് എത്തിക്കാം. ഓക്കെ. സോ ടേക്ക് ഫീഡ്ബാക്ക്. എട്ടാമത്തെ പോയിന്റ് എന്താണ്? എട്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടേക്ക് ഫീഡ്ബാക്ക് ആൻഡ് ഗെറ്റ് മോർ ഐഡിയാസ് ടു മേക്ക് ഇറ്റ് എ ഡീറ്റെയിൽഡ് പ്ലാൻ. ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ വർക്ക് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് പ്ലാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീം. ഒമ്പതാമത്തത് എന്താണ്? ആ ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? സുഹൃത്തുക്കളുടെ കൂടെ അല്ലെങ്കിൽ ടീമിന്റെ കൂടെ ഇരുന്നിട്ട് വേണം ചെയ്യാൻ. അവരെയും കൂടി ഉൾപ്പെടുത്തണം. അവരുടെ ഫീഡ്ബാക്ക് മാത്രം എടുത്താൽ അവർ ആ ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തി ഇത് അവരുടെ പ്രൊജക്റ്റ് ആക്കി മാറ്റും. അപ്പോൾ ബെനിഫിറ്റ് എന്താ? നമ്മൾ തന്നെ പ്ലാൻ ഉണ്ടാക്കി നമ്മൾ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. നമ്മളുടെ ഐഡിയ അവരോട് എക്സിക്യൂട്ട് ചെയ്യാൻ പറയുന്ന പോലെയാണ്. അപ്പൊ അവർക്ക് അത് താല്പര്യം ഉണ്ടാവും. നിങ്ങൾക്ക് ടീമിന്റെ ഫുൾ സപ്പോർട്ട് കിട്ടണം. ടീമിന്റെ ഫുൾ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ടീമിന്റെ പ്രൊജക്റ്റ് ആക്കിയിട്ട് അതിനെ മാറ്റണം. മനസ്സിലായോ? ടീമിന്റെ പ്രൊജക്റ്റ് ആക്കി മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഐഡിയാസ് ഇടാനും അവർക്ക് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനും അവർക്ക് ചില ഡിപ്പാർട്ട്മെന്റുകൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കണം. എടാ ഇതിന്റെ പ്ലാൻ നീ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ സബ്മിറ്റ് ചെയ്യട്ടോ, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് സബ്മിറ്റ് ചെയ്യും, ഈ ഒരു ഭാഗം നിന്റേതാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതിൽ വർക്ക് ചെയ്യാൻ, അവർക്ക് ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാനും അവർക്ക് അതിൽ വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ ഈ പ്രൊജക്ട് ആരുടേതായി? ഈ ടാസ്ക് ആരുടേതായി? ഈ ഐഡിയ ആരുടേതായി? അവരുടേതായി. ടീമിന്റെ ഐഡിയ ആയിട്ട് മാറും. ടീമിന്റെ ഐഡിയ ആയിട്ട് മാറുമ്പോൾ ടീം കൊണ്ടുപോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് അവർക്ക് ഉണ്ടാവും. യു ഗോട്ട് ഇറ്റ്? നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമ്മളുടെ ഐഡിയ, എന്നിട്ട് നമ്മളുടെ ഈഗോ, നമ്മളുടെ ഐഡിയ നമ്മൾ കൊണ്ടുപോയിട്ട് ആ ഈഗോ കൊണ്ടുപോയിട്ട് അവരുടെ ഇതിൽ അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കും. ഇറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട്. അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അവരെയും കൂടെ ഉൾപ്പെടുത്തി അവരുടെ ഐഡിയാസ് എടുത്ത് അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് അവർക്ക് റെസ്പെക്ട് കൊടുത്ത് വാല്യൂ കൊടുക്കുമ്പോൾ എന്നിട്ട് പറയാം നമുക്കിത് ചെയ്യണ്ടേ? എന്നിട്ട് അവരോട് ചോദിക്കുക, ഈ ഭാഗം നീ ചെയ്യുമല്ലോ, ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഈ ഭാഗം നീ ചെയ്യും, ഓക്കെ ആണ്. അപ്പൊ അവര് പിന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാൻ തുടങ്ങും. അതിനുള്ള ക്രെഡിറ്റും അവർക്ക് കൊടുക്കും. വിദ്യാസാഗർ, മെയിൻ വിഷയങ്ങളിൽ സ്പെഷ്യൽ ക്ലാസ് വേണം. വെരി ഗുഡ്. മെയിൻ വിഷയങ്ങൾ നമുക്ക് സ്പെഷ്യൽ ക്ലാസ്. മെയിൻ വിഷയം എന്താ ഉദ്ദേശിച്ചത്? വിദ്യാസാഗർ പറഞ്ഞാൽ എനിക്ക് എന്താ മനസ്സിലായില്ല. മെയിൻ വിഷയങ്ങൾ എന്താ? ഓക്കെ. എനിവേ, നമുക്ക് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് നമുക്കെന്ന് വെച്ചാൽ ഡെപ്തിൽ തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ബിസിനസ് പ്രോഗ്രാം തന്നെ വരാൻ പോകുന്നു. നെക്സ്റ്റ് മന്ത്, ഈ മന്തിൽ വരാൻ പോകുന്നു. സോ ഇറ്റ് വിൽ ബി ദേർ. ബി റെഡി. ഓക്കെ. സോ പറഞ്ഞതുപോലെ clearly defined responsibility, accountability, resources needed, and checklist.
അതായത് നിങ്ങൾ അടുത്ത 10ാമത്തെ എന്താ വെച്ചാൽ ക്ലിയർലി ഡിഫൈൻഡ് ഔട്ട്കം, സ്റ്റെപ്സ്, ഡെഡ് ലൈൻ, മൈൽസ്റ്റോൺ. ആ ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അവിടെ വേണ്ടത് എന്താ വെച്ചാൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് ഔട്ട്കം ഡിഫൈൻ ചെയ്യുക, സ്റ്റെപ്സുകൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആക്കുക, ഡെഡ് ലൈൻ ഒന്നുകൂടി വ്യക്തമാക്കുക, മൈൽ സ്റ്റോൺസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസ് ഇതാണ്, സെക്കൻഡ് ഫേസ് ഇതാണ്, തേർഡ് ഫേസ് ഇതാണ് എന്നുള്ളത് ഒരു ഫേസ് ആക്കി മാറ്റുക. അതിന് ടൈം സെറ്റ് ചെയ്യുക, അതിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഔട്ട്കം എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. അതായത് ഒരു 3 മാസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്ന സംഗതി എങ്കിൽ, ആക്ഷൻ പ്ലാൻ എങ്കിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് മന്തിൽ അല്ലെങ്കിൽ ഫസ്റ്റ് 15 ഡേയ്സിൽ നമ്മൾ ഇത്ര കംപ്ലീറ്റ് ചെയ്യും, സെക്കൻഡ് 15 ഡേയ്സിൽ ഇത്ര കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ സ്റ്റെപ്സുകൾ എങ്ങനെയാണ്, ഓരോ ഫേസിന്റെ സ്റ്റെപ്സ് ക്ലിയർലി ഡിഫൈൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് പ്ലാൻ ഉണ്ട്. അത് ആരുടെ കൂടെയാണ്? ടീമിന്റെ കൂടെ. നെക്സ്റ്റ് എന്താണ്? ക്ലിയർലി ഡിഫൈൻഡ് റെസ്പോൺസിബിലിറ്റി. ടീമിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഡീറ്റെയിൽ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുകൂടെ വ്യക്തമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ എഴുതും. അക്കൗണ്ടബിലിറ്റി, എന്ത് ആര് ചെയ്യണം എന്നുള്ള അക്കൗണ്ടബിലിറ്റി, ആരായിരിക്കും റെസ്പോൺസിബിൾ, ചെയ്തില്ലെങ്കിൽ ആരാണ് ചോദ്യം ചെയ്യപ്പെടുക, ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കുന്നത് ആരായിരിക്കും. ഇത് രണ്ടാൾക്കാരായിരിക്കും. ഓക്കെ, ചെയ്യേണ്ടത് ഒരാളും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേറൊരാളും വേണം. അതാണ് എന്താ വെച്ചാൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. നെക്സ്റ്റ് എന്താണ്? റിസോഴ്സസ് നീഡഡ്. അതിനുവേണ്ടി എന്തൊക്കെ റിസോഴ്സ് വേണം, ഇതിനു മുമ്പ് പറഞ്ഞതാണ്. ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പൊ ഇനി ആരെങ്കിലും ഈ ടീമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കണം. നെക്സ്റ്റ്, ഈ ഒരു സൊല്യൂഷൻ പുതിയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാക്കുമോ എന്നുള്ളതും കൂടി ചിന്തിക്കും. അതായത് നിലവിലുള്ള ഓപ്പറേഷൻസിനെ ഇത് ബാധിക്കുമോ? 12ാമത്തത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് എന്താ വെച്ചാൽ ഇത് തീരുന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നമ്മുടെ ഈ ഒരു ഇതിൽ ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് എല്ലാം ഇവിടെ പറയാൻ കഴിയില്ല. ദർ ആർ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് there. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയേണ്ടത് എന്താ വെച്ചാൽ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ജസ്റ്റ് കം ആൻഡ് ഇന്നത്തെ സെഷന്റെ റെക്കോർഡ് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ദിവസവും റെക്കോർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് സെഷൻ ഇൻ കൊച്ചിൻ ഷായിബ, നമ്മൾ ലൈവ് സെഷൻസ് കൊച്ചിയിൽ നമ്മൾ വെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ സ്റ്റുഡൻസ് നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ കൊച്ചിയിൽ നിന്ന് നേരെ ട്രെയിൻ പിടിച്ചിട്ട് വരൂ, ഒരു ദിവസം അങ്ങ് യാത്ര ചെയ്യും ബിസിനസിന് വേണ്ടി. അടുത്തത് ഞാൻ പറഞ്ഞുതരാം. 2 ടൈപ്പ് ആൾക്കാരുണ്ട്, മൂവേഴ്സ്, നോൺ മൂവേഴ്സ്. ഈ ലോകത്ത് ഷായിബ ശരിക്കും കേട്ടോളൂ, മൂവേഴ്സ്, നോൺ മൂവേഴ്സ്. മൂവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത, അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവര് എന്താണോ അവർക്ക് വേണ്ടത്, നല്ല അവസരം, നല്ല അറിവ്, നല്ല സമ്പത്ത്, ഇതാണല്ലോ നമുക്ക് വേണ്ടത്. ഇത് എവിടെയാണ് കിട്ടുന്നത്? അവിടേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണ് മൂവേഴ്സ്. നോൺ മൂവേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാരെന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ മടിയുള്ള ആൾക്കാർ. അപ്പൊ യാത്ര ചെയ്യാൻ മടി കാണിക്കും, കാലിക്കറ്റിലേക്ക് അങ്ങോട്ട് വായും. ഇപ്പൊ തൽക്കാലം നമുക്ക് എന്താ വെച്ചാൽ, കാരണം നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കൊച്ചിയിൽ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിലെ കുറച്ച് കൺസേൺസ് ഉണ്ട്. പിന്നെ കൊച്ചിയിലുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ. അപ്പൊ ആദ്യം നിങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വരും, കാലിക്കറ്റ് നിന്ന് വരും. കാലിക്കറ്റ് നിന്ന് വന്നിട്ട് വെച്ചാൽ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന പരമാവധി ആൾക്കാരുണ്ടാവും. കൊച്ചിയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് കൊച്ചിയിൽ ഒരു ടീമിന് ഒരു ബെൽറ്റ് ബിൽഡ് ചെയ്യാം. ദെൻ വി ക്യാൻ കം ദെയർ ആൻഡ് ഡു ദ പ്രോഗ്രാം സപ്പോർട്ട്. ആൻഡ് നിങ്ങൾ തന്നെ അതിൽ എന്താ വെച്ചാൽ വിജയിപ്പിക്കാൻ വേണ്ടി സപ്പോർട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഡു ദാറ്റ് പ്രോഗ്രാം. അതർവൈസ് എനിക്കിപ്പോൾ അറിയില്ല എത്ര പേര് കൊച്ചിയിൽ നിന്നുള്ളവരുണ്ടെന്ന്. നമുക്ക് എന്തായാലും ഒരു ലിസ്റ്റ് എടുക്കാം. എനിവേ നമ്മുടെ പ്രോഗ്രാമിന്റെ, നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഈ നമ്മളുടെ EFT പ്രോഗ്രാമിന് എന്തായാലും വരിക. കാരണം നിങ്ങളൊരു ബിസിനസ്മാൻ എന്നുള്ള നിലയ്ക്ക് ഹീൽ ചെയ്യേണ്ട കുറെ വിഷയങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ബിസിനസ് ചെയ്യുന്ന കുറെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിന്, ആ ഒരു പ്രോഗ്രാമിന് വരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. പലപ്പോഴും നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഗ്രോ ചെയ്യുന്നത് നമ്മൾ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച്. എസോറോ എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? നമ്മൾ എത്ര കണ്ട് കഴിവുള്ളവരാണ്, നമ്മൾ എത്ര കണ്ട് ഡിസിപ്ലിൻ ആണ്, എത്ര കണ്ട് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആണ്, എത്ര കണ്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആണ്, എത്ര കണ്ട് നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, എത്ര കണ്ട് നമ്മളുടെ കഴിവ്, ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാൻ പറ്റും, അതിനനുസരിച്ചാണ് നമ്മുടെ ബിസിനസ് വളരെ. എത്ര പേര് അംഗീകരിക്കുന്നു? എസോറോ കമന്റ് ആണ്. കാരണം നമ്മളുടെ ബിസിനസ് ലീഡ് ചെയ്യുന്നത് നമ്മളാണ്, അല്ലേ? നമ്മളുടെ ബിസിനസ് ലീഡ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ, ഈ ബിസിനസ് ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങളെ എനർജി ഡൗൺ ആവുന്നുണ്ടോ? അതിന് കാരണം ട്രോമ റെസ്പോൺസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എത്രയായിട്ടും ചില കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ എനർജി ബ്ലോക്ക് ഉണ്ട്. എന്തോ ഒരു എഡ്യൂക്കേഷൻ ബ്ലോക്ക് ആവാം, ഫൈനാൻഷ്യൽ ബ്ലോക്ക് ആവാം. ഫൈനാൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വരുന്നില്ല, പണം വരുന്നില്ലേ, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നില്ല, പണം വരുന്നില്ല, സെയിൽ വരുന്നില്ല, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബ്ലോക്ക് ഉണ്ടാവും. അത് ഹീൽ ചെയ്ത് ചിലപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എനർജി ബ്ലോക്കിലൂടെ അത് ക്ലിയർ ചെയ്തു.
അടുത്തത് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ? അത് ചെറുപ്പത്തിലുള്ള ട്രോമ റെസ്പോൺസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള, അത് ഒന്നുകിൽ എഡ്യൂക്കേഷൻ ബ്ലോക്ക് റിലേറ്റഡ് ആണ്, അതായത് സ്കൂളിൽ നിന്ന് കണക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വളരെ പ്രയാസമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതായത് കണക്ക് അധ്യാപകൻ, മാത്സ് ടീച്ചർ നിങ്ങൾക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ, വല്ലാണ്ട് ഫിയറും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ, പണത്തെ തന്നെ നിങ്ങൾ വെറുത്തിട്ടുണ്ടാവും. പണം എന്നല്ല, നമ്പേഴ്സിനെ നിങ്ങൾ വെറുത്തിട്ടുണ്ടാവും. നമ്പേഴ്സിനെ വെറുക്കുക, സംഗതികൾ വെറുക്കുക, അതിൽ വല്ലാത്ത നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ വല്ലാണ്ട് ഒരു അസ്വസ്ഥനായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നിങ്ങളുടെ അതിന്റെ ആ ബ്ലോക്ക് റിമൂവ് ചെയ്യണം. അതിന്റെ ഒരു ഫിയറും നമ്പേഴ്സിനെ ഡീൽ ചെയ്യാനുള്ള മടി, ഫിയർ, അതിനോടുള്ള ഒരു അകൽച്ച അത് എടുത്ത് കളയണം. യു ഹാവ് ടു ബി ഏബിൾ ടു ഡീൽ വിത്ത് ദാറ്റ്. അത് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിയമം അത്തരത്തിലുള്ള സംഗതി ചിലപ്പോൾ അതായിരിക്കാം നിങ്ങളുടെ ഇഷ്യൂ. ഐ ഡോണ്ട് നോ വാട്ട് യു ഹാവ് ഗോൺ ത്രൂ ഇൻ യുവർ ലൈഫ്. നമ്പേഴ്സിനോടും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്യാഷ് ഫ്ലോ, ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വായിക്കാനുള്ള നിങ്ങളുടെ മടി, ഫൈനാൻസസ് നോക്കാനുള്ള നിങ്ങളുടെ മടി, അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലായ്മ, അത് ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാരണം നിങ്ങളെന്ന് പറയുന്ന നിങ്ങളുടെ ബിസിനസിന്റെ വലിയ ഒരു ബോട്ടായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ആ ബോട്ടിന് വേണ്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തുള എന്ന് പറയുന്നത്, ദ്വാരം എന്ന് പറയുന്നത് ഇതായിരിക്കും. അതിലൂടെ ആയിരിക്കും ഇതെല്ലാം പോകുന്നത്. എത്ര പണം വന്നിട്ട് പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അബണ്ടൻസിന്റെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ക്ലയൻസ് വരില്ല. അത് ഹീൽ ചെയ്ത് കളയേണ്ടതാണ്. ചിലത് എനർജി ബ്ലോക്കാണ്, ചിലത് നിങ്ങൾ പണിയെടുത്ത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. കാരണം എത്രയോ പണിയെടുത്തിട്ടും ഇതിനൊരു ഒരു പ്രോപ്പർ ഫ്ലോ കിട്ടുന്നില്ല, പ്രോപ്പർ ആയിട്ടൊരു സംഗതി കിട്ടുന്നില്ല. there some block is there. What is that wealth block? What is that energy block? ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് ദാറ്റ് ഇഷ്യൂ? ദാറ്റ്സ് എ ട്രോമ റെസ്പോൺസ്. ദാറ്റ്സ് എ ട്രോമ യു നീഡ് ടു ഹീൽ. സോ we should heal ourselves completely and then transform through. മനസ്സിലാകുന്നുണ്ട്? സോ കം ടു ദ പ്രോഗ്രാമിലേക്ക് വരും, എന്നിട്ട് എക്സ്പീരിയൻസ്, ഇതിന്റെ ആ ഒരു അവയർനെസ് നിങ്ങൾ മനസ്സിലാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് 7-ാം തീയതി മറക്കാതെ വരിക, പങ്കെടുക്കുക. ഏത് പ്രോബ്ലം, ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ഇന്ന് അവിടെ എന്ത് ചെയ്യും, അതിന്റെ മൂല കാരണങ്ങൾ ഡിസ്കസ് ചെയ്യും, അതായത് റൂട്ട് കോസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ബിസിനസിന്റെ പ്രോബ്ലം ആയിട്ട്, നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലം ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം ആകട്ടെ, നിങ്ങളുടെ ഹാബിറ്റ്സിന്റെ പ്രശ്നമായിക്കോട്ടെ, നിങ്ങളുടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പല സംഗതികളുടെ റൂട്ട് കോസ് അവിടെ ഡിസ്കസ് ചെയ്യും. ആ റൂട്ട് കോസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഹീലിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അതിന്റെ ബാക്കി സ്റ്റെപ്സുകൾ നമ്മൾ പറയുന്ന സ്റ്റെപ്സുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രോബ്ലം മറികടക്കാൻ പറ്റും. അങ്ങനെ ഓരോ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്ത് സോൾവ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ഹീലിംഗ് എന്ന് പറയുന്ന നമ്മുടെ ബ്ലോക്കുകളെ നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്, ഒരുപാട് പഠിച്ചു, ഒരുപാട് അറിവുണ്ട്, ഒരുപാട് കഴിവുണ്ട്, എല്ലാം. എന്നാൽ പണിയെടുത്തിട്ടും അങ്ങോട്ട് ശരിയാവുന്നത് എന്തോ ഒരു തട്ടുമുട്ടുള്ളത് പോലെ, എന്തോ ഒരു പ്രയാസമുള്ളത് പോലെ, എന്തോ ഒരു തടസ്സമുള്ളത്. എന്താണ് കാര്യങ്ങൾ ശരിയാവാതെ? അല്ലെങ്കിൽ ശരിയാവും, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥ, ശരിയാവും, വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥ. ദിസ് ഈസ് റിപ്പീറ്റിംഗ്. ദിസ് ഈസ് ലൈക്ക് എ വിഷ്യസ് സൈക്കിൾ. ഒന്നപ്പം വരും, ഒന്ന് ഡൗൺ ആവും, ഒന്നപ്പാവും, ഒന്ന് ഡൗൺ ആവും. ഒരു സ്റ്റഡി ഗ്രോത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സോ വാട്ട് ഷുഡ് വി ഡു? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇതിനെ കുറിച്ച് അവെയർ ആവണം. എന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കുറച്ച് അവെയർ ആയി അക്സെപ്റ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് എന്ത് വേണം നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാം. ക്ലിയർ ആണോ? അപ്പൊ അതിനാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. കം ടു ദ പ്രോഗ്രാമിലേക്ക് വരും, എന്നിട്ട് എന്ത് ചെയ്യും, നമുക്കത് സോൾവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ബിസിനസ്സുകാരും, അതായത് നിങ്ങളുടെ ബിസിനസ് എത്ര കാലമായി നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നു, എത്ര കാലമായി നമ്മൾ ഈ പ്രൊജക്റ്റുകളും കാര്യങ്ങളും ചെയ്യും, എന്നിട്ട് എന്താ ഇപ്പോഴും നമ്മൾക്ക് അത് അങ്ങോട്ട് സക്സസ്ഫുൾ ആക്കി സ്റ്റേബിൾ ആക്കി എടുക്കാൻ പറ്റുന്നില്ല? വാട്ട് ഈസ് ദ റീസൺ? സോ ദർ മൈറ്റ് ബി. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ നല്ല അറിവ് വേണം, നമുക്ക് നല്ല കഴിവ് വേണം, നല്ല ഹീലിംഗ് നടക്കും. പാസ്റ്റിലുള്ള നമ്മുടെ പാസ്റ്റ് നമ്മുടെ ഫ്യൂച്ചറിനെയോ നമ്മുടെ പ്രസന്റിനെയോ ഡിഫൈൻ ചെയ്യാൻ പാടില്ല. ആ പാസ്റ്റിനെ ശരിക്ക് ക്ലിയർ ചെയ്യണം, റീപ്രോഗ്രാമിങ് ചെയ്യണം, ഹീലിംഗ് ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ട്? ആ ഹീലിംഗ് ചെയ്യാനുള്ള ഏറ്റവും പവർഫുൾ ടൂൾ ആണെന്ന് വെച്ചാൽ EFT എന്ന് പറയും. സോ കം ആൻഡ് ജോയിൻ. ഓക്കെ, ദാറ്റ്സ് എ വെരി പവർഫുൾ ടൂൾ. വി ഷുഡ് യൂസ് ഇറ്റ്. അപ്പൊ അതെന്ന് വെച്ചാൽ അത് വന്നിട്ട് എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ട് പഠിക്കണം. ഇത് ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വെച്ചാൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
നമ്മളുടെ ബിസിനസ്സിൽ തന്ത്രങ്ങൾ കൊണ്ടോ സംഗതികൾ കൊണ്ടോ മാത്രം നടക്കില്ല. എത്ര തന്ത്രമുണ്ടായി നമ്മൾ വിജയിച്ചു വന്നാലും നമുക്ക് വീണ്ടും വീണ്ടും പരാജയങ്ങളോ വീണ്ടും വീണ്ടും പ്രതിസന്ധികളോ വരുന്നുണ്ടെങ്കിൽ ചില ഏരിയാസ് നമ്മൾ ഇനിയും ഹീൽ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യു ഗോട്ട് ഇറ്റ്? മനസ്സിലാവണ്ടോ? നമുക്കത് തുടർച്ചയായിട്ട് വളർച്ച കിട്ടുന്നില്ലെങ്കിൽ, ചിലർക്ക് വളർച്ച കിട്ടും, താഴേക്ക് വരും, വളർച്ച കിട്ടും, താഴേക്ക് വരും, വളർച്ച കിട്ടും, താഴേക്ക് വരും. ചിലർക്ക് എന്താ വെച്ചാൽ കുറച്ചൊന്ന് ഉഷാറാവും, പിന്നെ ഡൗൺ ആവും, കുറച്ചൊന്ന് ഉഷാറാവും, പിന്നെ ഡൗൺ. അപ്പൊ ഇതെന്താ വെച്ചാൽ ചില റീസൺസ് എന്താ വെച്ചാൽ ഇങ്ങനെ പാറ്റേൺസ് നമ്മൾ ഹീൽ ചെയ്ത് നമ്മളുടെ ഉള്ളുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം, അതിലേക്ക് നല്ല റൈറ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. നമ്മൾക്ക് കൺസിസ്റ്റൻസി പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യും. നമ്മൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നമുക്ക് കൊണ്ടുവരണം. നമുക്ക് അതിന് പറ്റും, സാധിക്കട്ടെ എന്ന് മാത്രം പറയാം. അപ്പൊ ഇന്നത്തെ സെഷൻ കൂടെ അവസാനിക്കാൻ പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ ഇൻസൈറ്റ്സ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബിസിനസ് റിലേറ്റഡ് ആയിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിവിന് സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് സുഹൃത്തുക്കളൊക്കെ വിളിക്കണം കേട്ടോ. ഒരുപാട് ടോപ്പിക്സുകളും ഒരുപാട് നോളജും ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ എനിക്ക് തിരിച്ചെന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഹെൽപ്പ് മീ? ഇൻവൈറ്റ് യുവർ 3 ഫ്രണ്ട്സ്. നിങ്ങളുടെ 3 ഫ്രണ്ട്സിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യും നമ്മുടെ ഈ മോർണിംഗ് സെഷനിൽ. ഓക്കെ, നമ്മുടെ ഈ ലിങ്ക്, നിങ്ങൾക്ക് നൽകുന്ന ലിങ്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കും. വി നീഡ് ലൈക്ക് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാം. നമുക്കതെന്ന് വെച്ചാൽ എന്നും ഒരു 100 ആൾക്കാർ, 110 ആൾക്കാർ, 130 ആൾക്കാർ പോരാ. വി നീഡ് ടു ഇൻക്രീസ് ഇറ്റ്. 3 പേരിലേക്ക്, 3 സുഹൃത്തുക്കളെ നിങ്ങൾ അയച്ചു കൊടുക്കും. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഈ നോളജിന് നിങ്ങൾ തിരിച്ചെനിക്ക് ഇത് മാത്രം ചെയ്തു തരണം. അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തു തരുന്നത്. ഇത്രയും നോളജും ഇത്രയും സംഗതികളും ക്ലാസ്സുകളും നിങ്ങളെ മോട്ടിവേറ്റും ഗൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ വാട്ട് ഐ നീഡ് യുവർ സപ്പോർട്ട് ഇസ് ലൈക്ക് ഈ കമ്മ്യൂണിറ്റി ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ജെനുവൻലി ഐ നീഡ് ദാറ്റ് സപ്പോർട്ട്. സോ ആ സപ്പോർട്ട് ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ആർക്കെങ്കിലും ഉപകാരപ്പെടും തോന്നുന്ന ആൾക്കാരുണ്ടോ, അവർക്ക് എന്ത് വെച്ചാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവറി ഡേ. ഇതിന്റെ റെക്കോർഡ്സ് ഉണ്ടാവും, ആ റെക്കോർഡ്സുകൾ അയച്ചു കൊടുക്കുക. നിങ്ങളുള്ള ഗ്രൂപ്പുകൾ ഉണ്ട്, ആ ഗ്രൂപ്പുകളിൽ അയച്ചു കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അടുത്ത ദിവസം മറ്റൊരു സെഷനുമായിട്ട്, മറ്റൊരു ടോപ്പിക്കായിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ്. താങ്ക് യു.